നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 സെക്രട്ടറി അസിസ്റ്റന്റ് എസ് ഉൾപ്പെടുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വഴി ഒരു കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴ്സ് എന്ന് പറയുമ്പോൾ വീഡിയോ ക്ലാസ് അല്ല, മെറ്റീരിയൽസ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു. അതിനകത്ത് ഒരുപാട് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് പേര് ഇപ്പൊ നമ്മളോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, എക്സാക്ട് കോഴ്സിനെ പറ്റിയിട്ട് ഇപ്പോഴും ഡീറ്റെയിൽസ് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവരോട് ഈ ഒരു വീഡിയോ ഇപ്പം ഏപ്രിൽ 10 ആയിട്ടുണ്ട്. നമുക്ക് മെയ് 24 ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ അവസാന നിമിഷം എങ്ങനെ പഠിക്കാം, ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള വളരെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇനിയും ജോയിൻ ചെയ്യാൻ സംശയിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇത് കണ്ട് ഉറപ്പിച്ചതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 699 രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിപ്പോ നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഡ്രൈവ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ കോഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സെക്ഷനിൽ ഗൂഗിൾ ഡ്രൈവ് വഴി അല്ലാതെ കൊടുക്കുന്നത് NCERT SCERT കണ്ടന്റുകളുടെ MCQ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോന്നും സിലബസ് വൈസ് ആയിട്ട് നമുക്ക് NCERT ചാപ്റ്റേഴ്സ് വേണോ നിങ്ങൾക്ക് അറിയാമല്ലോ. ഡിഗ്രി ലെവൽ പ്രിലിംസിന് മെയിൻസിന് ഇപ്പൊ NCERT ഒഴിവാക്കിയിട്ട് ഒരു കാര്യമില്ല. സോ NCERT സിലബസ് വൈസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ചാപ്റ്റേഴ്സിന്റെ എല്ലാം ബ്രീഫ് നോട്ടും അതിന്റെ കൂടെ തന്നെ ചാപ്റ്ററിന്റെ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടുള്ള MCQ പഠിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്യാനുള്ള MCQ ഒക്കെ നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിലും, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കാണാം ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, അതുപോലെ എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, അങ്ങനെ എക്സാം സീരീസ്, അങ്ങനെ കുറെ ഫോൾഡേഴ്സ് ഇവിടെ കാണാം. ഇതിനകത്ത് ഓരോന്നിനകത്തും ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനകത്തും ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് NCERT, സ്പെഷ്യൽ ബുക്സ്, തമിഴ്നാട് SCERT, SCERT അങ്ങനെ പല ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. NCERTക്കകത്ത് വരുന്ന സമയത്ത് NCERTയുടെ ചാപ്റ്റർ, അതായത് NCERT ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ അവിടെ 7, 8, 9, 10, 12 ക്ലാസ്സുകളിലെയാണ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഓരോ ക്ലാസ്സിന്റെയും ചാപ്റ്റർ, അതിന്റെ ബ്രീഫ് നോട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട MCQ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ അവസാന നിമിഷം ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അവസാന നിമിഷം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവരോട് വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു സ്ട്രാറ്റജി, 2021 PSC ആ ഒരു പാറ്റേൺ മാറ്റിയ സമയം തൊട്ട് പറയുന്ന ഒരേ ഒരു കാര്യം എന്താ, PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും PSCക്ക് ഇഷ്ടപ്പെട്ട ഓരോ മേഖലകൾ കാണും. ആ മേഖലകളിൽ നിന്ന് മാറിയും തിരിഞ്ഞും ഒക്കെ PSC ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാറ്റേൺ മനസ്സിലാക്കിയിട്ടുള്ള മാക്സിമം എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ അവസാന നിമിഷം ഈ NCERT SCERT ഒക്കെ ഞങ്ങൾ പഠിച്ചാൽ തീരുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് നിമിഷം നിങ്ങൾ പഠിച്ചത് ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എക്സാമുകൾക്കാണ്, എക്സാംസിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനുമാണ്. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെ ആയിരിക്കും. PSCയുടെ പാറ്റേൺ മാറിയതിനു ശേഷമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ മാക്സിമം ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള, അതായത് സിലബസിനകത്ത് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള എക്സാം സീരീസുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന സമയത്ത് അവിടെ എക്സാംസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സാംസ്, ഈ രീതിയിലായിരിക്കും എക്സാംസ് വരുന്നത്. ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാണും, അതുപോലെ തന്നെ എന്തും കാണും, പുതിയ ക്വസ്റ്റ്യൻസ്, UPSC ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും. ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ട് ഓരോ സിലബസിനകത്തു നിന്നുള്ള മാക്സിമം MCQകൾ നമ്മൾ ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണും, അതിനകത്ത് UPSCയുടെ ബേസ് ചെയ്തിട്ടുള്ള ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണും, അതുപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാണും. ഇത് മിക്സ് ആയിട്ട് നമ്മൾ ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഓൾറെഡി കുറെ എക്സാംസ് വീണ് കഴിഞ്ഞു. ഇനി മുന്നോട്ടും നമ്മൾ 100 കണക്കിന് എക്സാംസ് ആഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി കണ്ടന്റ് ഒക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡഡ് ആണ്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് MCQലായിരിക്കും. അപ്പൊ ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. ഇനി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 1 month ആണ് ഇനി നമുക്ക് പ്രിലിംസിന് മുന്നിലുള്ളത്. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം സ്പെഷ്യൽ ബുക്സിലോട്ടൊക്കെ എല്ലാ സ്പെഷ്യൽ ബുക്സിന്റെ എല്ലാം കണ്ടന്റ് നമ്മൾ ഓൾറെഡി തീർത്തിട്ടിരിക്കുകയാണ്. ഇനി അതൊന്നും നോക്കാൻ നേരമില്ലാത്തവര് MCQ ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം 699 രൂപയാണ് ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. മുഴുവൻ പാക്കേജ് ആയിട്ടുള്ള സ്പെഷ്യൽ ബുക്സ്, അതിന്റെ നോട്ട്സ്, NCERT SCERT, ഈ പറയുന്ന കൂട്ട് ബഡ്ജറ്റ്, അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് 699. കൂട്ടത്തിൽ ഇനി 100 കണക്കിന് MCQകൾ നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യും.
ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിനകത്തേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുക. ഹായ്, കൃത്യമായി ശ്രദ്ധിക്കുക, KASന് നമ്മൾ ഓൾറെഡി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യുക, നിങ്ങൾ ഡിഗ്രി ലെവലുകാരാണ് എന്നൊന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതൊരു കൺഫ്യൂഷൻ ആയിട്ട് വരും. ഹായ്, ഡിഗ്രി ലെവൽ 2025 ഇൻട്രസ്റ്റഡ് എന്നോ അല്ലെങ്കിൽ ഡിഗ്രി ഇൻട്രസ്റ്റഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എന്തെങ്കിലും സംശയം ഇനി ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു തരത്തിലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു നഷ്ടം വരില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് അതുപോലെ നമ്മൾ സമയമെടുത്ത് തന്നെയാണ് MCQs ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.